സിനിമയിലൂടെ പ്രശസ്തിയും ആരാധകരെയും നേടി പിന്നീട് രാഷ്ട്രീയത്തിലേക്കെത്തിയ ഒരുപാട് താരങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. മക്കൾ നീതിമയ്യം നേതാവും നടനുമായ കമൽഹാസൻ രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ സിനിമാ താരങ്ങളും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ഒന്നാഴത്തിൽ പരിശോധിക്കാം. 2001 നടൻ ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ്. സിനിമയിൽ നിന്നാണ് ഗണേഷ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് എന്ന് പറയാനാവില്ല. കാരണം ഇദ്ദേഹത്തിന്റെ അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ള മുതിർന്ന രാഷ്ട്രീയ നേതാവായിരുന്നു. ആ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. പത്തനാപുരത്ത് 3 സിനിമാ താരങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ മത്സരിച്ചത്. ഗണേഷും ജഗദീഷും ഭീമൻ രഘുവും. അതിൽ വിജയം ഗണേഷിനായിരുന്നു. അതുപോലെ മലയാളത്തിൽ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ സജീവമായി നിന്ന മറ്റൊരു നടനാണ് ഇന്നസെന്റ്. ചാലക്കുടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് ഇന്നസെന്റ് ലോക്സഭയിലെത്തിയത്. രാജ്യസഭ MP സ്ഥാനം നേടിയ സുരേഷ് ഗോപി, MLA ആയ മുകേഷ് എന്നിവരും ഇതുപോലെ സിനിമാ രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ മലയാള താരങ്ങളാണ്. നടൻ കൃഷ്ണകുമാറും ദേവനും ഒക്കെ സജീവ രാഷ്ട്രീയത്തിലുള്ളവർ തന്നെ. രാഷ്ട്രീയത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് തമിഴ് സിനിമ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരായ താരങ്ങളെ കണ്ടത് തമിഴിൽ നിന്ന് തന്നെയായിരിക്കും. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയായ സിനിമാ താരമാണ് MGR. തമിഴ് സിനിമയിൽ സജീവമായി നിൽക്കെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നടനാണ് ഇദ്ദേഹം. തമിഴ്നാട്ടുകാരുടെ ഉന്നമനമായിരുന്നു അക്കാലത്ത് പുറത്തിറങ്ങിയ മിക്ക MGR സിനിമകളുടെയും വിഷയം. അങ്ങനെ പതിയെ തമിഴരുടെ പ്രിയ നേതാവായി MGR മാറുകയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലായിരുന്നു MGRന്റെ തുടക്കം. പിന്നീട് DMK-യിലേക്ക് മാറി. പിന്നീട് അദ്ദേഹം കരുണാനിധിയുമായി തെറ്റിപ്പിരിഞ്ഞ് 72-ൽ AIDMK എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. പുരട്സി തലൈവർ എന്നാണ് അദ്ദേഹത്തെ തമിഴ്നാട്ടിൽ വിളിച്ചിരുന്നത്. 77-ൽ മുഖ്യമന്ത്രിയാവുകയും മരണം വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ തുടരുകയും ചെയ്തു. MGRന്റെ മരണശേഷം പാർട്ടിയുടെ ലീഡർഷിപ്പ് വന്നു ചേർന്നത് തമിഴകത്ത് 100-ലേറെ സിനിമകളിലൂടെ ശ്രദ്ധേയയായ ജയലളിതയിലാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം തനിക്കെതിരെ ഉണ്ടായ എല്ലാ വിവാദങ്ങളെയും ശക്തമായി നേരിട്ട ജയലളിത പുരട്സി തലൈവി എന്ന പേരിൽ തമിഴർക്ക് പ്രിയങ്കരിയായി മാറുകയും തമിഴ്നാടിന്റെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 80കളിൽ നിരവധി ഹിറ്റ് സിനിമകളിലെ നായകനായ വിജയ്കാന്ത് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം പിടിച്ചത് ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിലൂടെയായിരുന്നു. 2011-ൽ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തെത്തി. DMK-യിൽ നിന്ന് കോൺഗ്രസ് വഴി BJP-യിലേക്ക് എന്നതായിരുന്നു നടി ഖുഷ്ബുവിന്റെ രാഷ്ട്രീയ അരങ്ങേറ്റവും യാത്രയും. തമിഴക വെട്രി കഴകം എന്ന് പേരിട്ട സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുമായി വന്ന നടൻ വിജയ് ഉന്നമിടുന്നത് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. തമിഴ് രാഷ്ട്രീയത്തിന്റെ സിനിമാ ബന്ധം പരിശോധിക്കുമ്പോൾ തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയും ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടിയുടെ നേതാവുമായിരുന്ന കരുണാനിധിയെ കൂടി ഉൾപ്പെടുത്താതെ വയ്യ. സിനിമാ പിന്നണിയിൽ തിരക്കഥാകൃത്തായി പ്രവർത്തിച്ചിരുന്നു ഒരു കാലത്ത് ഇദ്ദേഹം. ദേവാസുരം എന്ന സിനിമയിലൂടെ നമ്മൾ മലയാളികൾ ഓർക്കുന്ന വില്ലൻ വേഷങ്ങളിലും നായക വേഷങ്ങളിലും ഒക്കെ തിളങ്ങിയ നെപ്പോളിയൻ തുടക്കത്തിൽ DMK പാർട്ടിയിലായിരുന്നു. 2ാം UPA സർക്കാരിൽ സാമൂഹ്യക്ഷേമ സഹമന്ത്രിയായിരുന്നു നെപ്പോളിയൻ. പിന്നീട് അഴഗിരിയെ അനുകൂലിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട ഇദ്ദേഹം BJP-യിലേക്ക് മാറുകയായിരുന്നു. അതുപോലെ തുടക്കത്തിൽ DMK-യിലും പിന്നീട് AIADMK-യിലും പ്രവർത്തിച്ച ശരത് കുമാർ പിന്നീട് ഓൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷി എന്ന പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായി. തമിഴ്നാട്ടിൽ MGR ആയിരുന്നുവെങ്കിൽ ആന്ധ്രയിൽ ആ സ്ഥാനം NTR എന്ന പേരിൽ അറിയപ്പെടുന്ന നന്ദമുരി താരക രാമറാവുവിനായിരുന്നു. ആദ്യകാലത്ത് സിനിമയിൽ ഒരുപാട് പുരാണ കഥാപാത്രങ്ങളിൽ വന്ന NTR പിന്നീട് തെലുങ്ക് സിനിമയിലെ താരചക്രവർത്തിയായി മാറി. 1982-ൽ തെലുങ്കുദേശം പാർട്ടി രൂപീകരിച്ച അദ്ദേഹം 2 തവണ മുഖ്യമന്ത്രിയായി. പിതാവായ NTRന്റെ പാത പിന്തുടർന്ന് മകനായ നന്ദമുരി ബാലകൃഷ്ണയും തെലുങ്കുദേശം പാർട്ടിയുടെ ലേബലിൽ രാഷ്ട്രീയത്തിൽ ഭാഗ്യം പരീക്ഷിക്കുകയും പിന്നീട് നിയമസഭയിലെത്തുകയും ചെയ്തു. സിനിമയിലേക്ക് തിരക്കഥാകൃത്തായി വന്ന വ്യക്തിയാണ് മോഹൻ ബാബു. പിന്നീട് അദ്ദേഹം ഒരുപാട് ഹിറ്റ് തെലുങ്ക് സിനിമകളിൽ നായകനായി മാറി. സിനിമയിൽ നിന്നും അദ്ദേഹത്തെ തെലുങ്കുദേശം പാർട്ടി രാജ്യസഭയിലേക്ക് അയച്ചു. തെലുങ്ക് സിനിമയിലെ മെഗാസ്റ്റാർ എന്ന ടാഗിൽ നിൽക്കുന്ന ചിരഞ്ജീവിയും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ താരമാണ്. 2008-ൽ പ്രജാരാജ്യം എന്ന കക്ഷി രൂപവൽക്കരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സജീവ രാഷ്ട്രത്തിലേക്ക് കടക്കുന്നത്. 1997-ൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊത്താണ് തെലുങ്കിൽ ഉൾപ്പെടെ 5 ഭാഷകളിലായി 185-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള വിജയശാന്തി തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. നടൻ കോട്ട ശ്രീനിവാസ റാവുവും വിജയവാഡയിൽ നിന്നുള്ള MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തെലുങ്ക് സിനിമയിൽ നിന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നടിയാണ് ജയപ്രദ. തെലുങ്കുദേശം പാർട്ടിയുടെ ടിക്കറ്റിൽ 1996-ൽ ജയപ്രദ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് സമാജ്വാദി പാർട്ടിയിലേക്ക് ചേക്കേറിയ ഇവർ ഉത്തർപ്രദേശിലെ
രാംപൂർ മണ്ഡലത്തിൽ നിന്ന് 2 തവണ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തെലുങ്ക് ചലച്ചിത്ര രാഷ്ട്രീയ മേഖലയിൽ പവർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നടനാണ് പവൻ കല്യാൺ. നടനും രാഷ്ട്രീയക്കാരനുമായ ചിരഞ്ജീവിയുടെ ഇളയ സഹോദരൻ കൂടിയാണ് ഇദ്ദേഹം. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ കുറെ ബോളിവുഡ് താരങ്ങളുമുണ്ട്. അമിതാഭ് ബച്ചൻ അതിലൊരാളാണ്. രാജീവ് ഗാന്ധിയുടെ കുടുംബവുമായുള്ള അടുത്ത സൗഹൃദമാണ് ബച്ചനെ സജീവ രാഷ്ട്രീയത്തിലെത്തിച്ചത്. റെക്കോർഡ് മാർജിനിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബച്ചൻ ജയിച്ചത്. സമാജ്വാദി പാർട്ടി ബാനറിലാണ് 2004 ശേഷം തുടർച്ചയായി 4 തവണ ജയ ബച്ചൻ രാജ്യസഭ MP ആയത്. അതുപോലെ ഒരുപാട് ആക്ഷൻ സിനിമകളിലൂടെ ശ്രദ്ധേയനായ ധർമ്മേന്ദ്ര BJP MP ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു കാലത്ത് ബോളിവുഡിന്റെ ഇഷ്ട നായികയുമായിരുന്ന ഹേമ മാലിനിയും രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെ നിന്നു. അവർ രാജ്യസഭയിലും ലോക്സഭയിലും അംഗമായിട്ടുണ്ട്. 2004 ഫെബ്രുവരിയിൽ BJPയിൽ ചേർന്നുകൊണ്ടായിരുന്നു ഹേമ മാലിനിയുടെ രാഷ്ട്രീയ അരങ്ങേറ്റം. കുറേയേറെ ബോളിവുഡ് ഹാസ്യ സിനിമകളിൽ നായകനായി വന്നിട്ടുള്ള നടൻ ഗോവിന്ദ കോൺഗ്രസ് MP ആയിരുന്നു. നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയായ സ്മൃതി ഇറാനി രാഷ്ട്രീയത്തിലെത്തും മുൻപ് സീരിയൽ സിനിമാ രംഗത്ത് സജീവമായിരുന്ന നടിയായിരുന്നു. രാജേഷ് ഖന്ന 1991 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും 96 വരെ പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. മികച്ച അഭിനയത്തിനുള്ള 5 നാഷണൽ അവാർഡുകൾ സ്വന്തമാക്കിയ ഏക ഇന്ത്യൻ സിനിമാ താരമായ ഷബാന ആസ്മിയും രാജ്യസഭാംഗമായിരുന്നു. ബോളിവുഡിലെ പ്രമുഖ നടനായ ശത്രുഘ്നൻ സിൻഹയും BJPയുടെ അക്കൗണ്ടിൽ MP ആയ താരമാണ്. BJP നേതാക്കളായ നിതീഷ് ഭരദ്വാജ്, അരവിന്ദ് ത്രിവേദി, ദീപിക ചിഖാലിയ, കിരൺ ഖേർ, പരേഷ് റാവൽ, പിന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ മുൻ സെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സുനിൽ ദത്തുമൊക്കെ ഇതുപോലെ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തിയവരാണ്. ഇവരെ കൂടാതെ വിനോദ് ഖന്ന ലോക്സഭയിലേക്കും ദാരാ സിംഗ്, മിഥുൻ ചക്രവർത്തി തുടങ്ങിയവർ രാജ്യസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരാണ്.